അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ കാൽവിരലിൻ്റെ പള്ള നിലത്ത് തട്ടൽ നിർബന്ധമാണോ? ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്തിലാണെങ്കിലും അവസാനത്തെ അത്തഹിയാത്തിലാണെങ്കിലും ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം അഥവാ വലതുകാൽ കുത്തിവെച്ച് ഇടതുകാൽ പരത്തി ഇടതുകാലിൽ ഇരിക്കുന്ന രീതി. തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുകാൽ കുത്തിവെച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഇടതുകാല് പ്രവേശിപ്പിച്ച് ചന്തിയുടെ ഒരു ഭാഗം നിലത്ത് വെക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണെങ്കിലും അതിലേറ്റവും ശരിയായ രീതി എന്ന് പറയുന്നത് വിരലുകളുടെ പള്ളകൾ തറയിൽ അമർത്തി വെക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ചില ആളുകൾക്കത് പ്രയാസമുണ്ടാകും. അത്തരം ഘട്ടങ്ങളിൽ എത്ര കണ്ട് തൻ്റെ വിരലുകളുടെ പള്ളഭാഗം അടിയിൽ അമർത്തി വെക്കാൻ കഴിയുമോ ആ രൂപത്തിൽ അവർ വെക്കാനുള്ള ശ്രമങ്ങളാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇദാ അമർത്തുക്കും ബി അംരിൻ, നിങ്ങളോടൊരു കാര്യം അത് ആ രൂപത്തിൽ കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫഅ്തു മിൻഹു മസ്തതഅതും, അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അത്ര കണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നന്നായി കാല് അമർത്തി വെക്കാൻ കഴിയുന്ന ആളുകൾ, മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാത്ത ആളുകളാണ് എങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് വെക്കേണ്ടത്. അതാണ് അതിൻ്റെ സുന്നത്തായ രീതി. ഇനി പ്രയാസമുണ്ട് എങ്കിൽ അൽ മഷക്കത്തു തജ്രിബു തൈസീർ എന്ന ഫിഖ്ഹിൻ്റെ ഖായിദ, അടിസ്ഥാന തത്വം, പ്രയാസങ്ങളിൽ എളുപ്പം വഹിക്കപ്പെടുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാണോ നമുക്ക് കഴിയുക ആ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.